भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ സപ്താശീതിതമോധ്യായ. പരീക്ഷിതുവാച. ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയ കഥം ചരന്തി ശ്രുതയ സാക്ഷാൽ സദസതപരേ. ശ്രീശുക ഉവാച. ബുദ്ധീന്ദ്രിയമനപ്രാണാൻ ജനാനാമസൃജൽ പ്രഭു മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേ കൽപ്പനായ ച. സൈഷാ ഹ്യുപനിഷദ് ബ്രാഹ്മീ പൂർവേഷാം പൂർവജൈർധൃത ശ്രദ്ധയാ ധാരയേദ്യസ്താം ക്ഷേമം ഗച്ഛേത കിഞ്ചന. അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതാം നാരദസ്യ ച സംവാദമൃഷേർനാരായണസ്യ ച. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവത്പ്രിയ സനാതനമൃഷിം ദ്രഷ്ടും യയൗ നാരായണാശ്രമം. യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്ഥയേ നൃണാം ധർമ്മജ്ഞാനശമോപേതമാകൽപാദാസ്ഥിതസ്തപ. തത്രോപവിഷ്ടമൃഷിഭിഃ കലാപഗ്രാമവാസിഭിः പരീതം പ്രണതോ പൃച്ഛദിദമേവ കുരുദ്വഃ. തസ്മൈ ഹ്യവോചൽ ഭഗവാൻ ഋഷീണാം ശൃണ്വതാമിദം യോ ബ്രഹ്മവാദ പൂർവേഷാം ജനലോകനിവാസിനാം. ശ്രീഭഗവാനുവാച. സ്വായംഭുവ ബ്രഹ്മസത്രം ജനലോകേ ഭവൽപുരാ തത്ര സ്ഥാനാം മാനസാനാം മുനീനാമുദ്ധരേതസാം. ശ്വേതദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദ സുസംവൃത്ത ശ്രുതയോ യത്ര ശേരത്തെ തത്ര ഹായമഭൂൽ പ്രശ്നസ്ത്വം മാം യമനുപൃച്ഛസി. തുല്യശ്രുതതപശീലാസ്തുല്യസ്വീയാദിമധ്യമാം അപി ചക്രു പ്രവചനമേകം ശുശ്രൂഷവോപരേ. സനന്ദന ഉവാച. സ്വസൃഷ്ടമിദമാപീയ ശയാനം സഹ ശക്തിഭിः തദന്തേ ബോധയാംശ്ചക്രുസ്തല്ലിംഗൈ ശ്രുതയഃ പരം. യഥാ ശയാനം സമ്രാജം വന്ദിനസ്തൽപരാക്രമൈः പ്രത്യൂഷേഭ്യേത്യസു ശ്ലോകൈർബോധയന്ത്യനുജീവിനാ. ശ്രുതയ ഊചു. ജയ ജയ ജഹ്യജാമജിതദോഷഗൃഭീതഗുണാം
ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗ അഗജഗദോകസാമഖില ശക്ത്യവബോധകതേ ക്വചിദജയാത്മനാ ചരതോനുചരേന്നിഗമ ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃതി വാ വികൃതാത് അത ഋഷയോ ദധുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം ഇതി തവ സൂരയസ്ത്രധിപതേഖിലലോകമലക്ഷപണകഥാമൃതാപ്തിം അവഗാഹ്യ തപാംസി ജഹു കിമുത പുനഃ സ്വധാമ വിധുതദാശയകാലഗുണാ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം ധൃതയ ഇവ ശ്വസന്ധ്യസുഭൃതോ യദി തേനുവിധാ മഹദഹമാദയോണ്ടമസൃജൻ യദനുഗ്രഹത പുരുഷവിധോന്വയോത്ര ചരമോന്നമയാദിഷു യ സദസത പരം ത്വമഥ യദേഷ്വവശേഷമൃതം ഉദരമുപാസത്തെ യർഷിവർമ്മസുകൂർപ്പദൃശ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം തത ഉദഗാദനന്ദ തവ ധാമ ശിര പരമം പുനരിഹ യൽസമേത്യ ന പതന്തി കൃതാന്തമുഖേ സ്വകൃതവിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാ തരതമതശ്ച കാസ്യനലവൽ സ്വകൃതാനുകൃതി അഥ വിതധാസ്വമൂഷ്വവിതധം തവ ധാമ സമം വിരജധിയോന്വയന്ത്യഭിവിപണ്യവ ഏകരസം സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യഖില ശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേഘ്രിമഭവം ഭുവി വിശ്വസിതാ ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോശ്ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാ ന പരിലഷന്തി കേചിതപവർഗമപീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാ ത്വദനുപഥം കുലായമിദമാത്മസുഹൃൽപ്രിയവച്ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച ന ബദരമന്ദ്യഹോ അസദുപാസനയാത്മഹനോ യദനുഷയാ ഭ്രമന്തുരുഭയേ കുശരീരഭൃത നിഭൃതമരുന്മനോക്ഷദൃഢയോഗയുജോ ഹൃദിയന്മുനയ ഉപാസത്തെ തദരയോപിയയുസ്മരണാൽ സ്ത്രിയ ഉരഗേന്ദ്രഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമാ സമദൃശോഘ്രിസരോജസുധാം ക ഇഹ नु വേദബദാവരജന്മലയോഗ്രസരം യത ഉദഗാദൃശിര്യമനുദേവഗണാ ഉഭയേ തർഹി ന സന്ന ചാസദുഭയം ന ച കാലജവാ കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീത യദാ ജനിവസത സതോ മൃതിമുദാത്മനി യേ ച ഭിദാം വിപണമൃതം സ്മരന്ത്യുപദിശന്തി ആരുപിതൈഃ ത്രിഗുണമയ പുമാനിതി ഭിദായദബോധകൃതാ ത്വയി ന തതഃ പരത്ര സ ഭവേദവബോധരസേ സദിവ മനസ്ത്രിവൃത്വയി വിഭാത്യ സദാ മനുജാൽ സദഭിമൃശന്ത്യശേഷമിദമാത്മതയാത്മവിദാ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ
സുകൃതമനുപ്രവിഷ്ടമിതമാത്മതയാ വസിതം. തവ പരിയേ ചരന്ത്യഖില സത്വനികേതതയാ ത ഉത പദാക്രമന്ത്യ വിഗണയ്യ ശിരോ നിരുതേ. പരിവയസേ പശൂനിവ ഗിരാ വിബുധാനപിതാം സ്ത്വയി കൃതസൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാ. ത്വമകരണ സ്വരാഡഖിലകാരക ശക്തിധരസ്തവ ബലിമുദ്വഹന്തി സമദന്ത്യജയാ നിമിഷാം. വർഷഭുജോഖിലക്ഷിതിപതേരിവ വിശ്വസൃജോ വിദധതി യത്രയേ ത്വധികൃതാ ഭവതശ്ചകിതാം. സ്ഥിരചരജാതയസ്വിരജയോദ്ധനിമിത്തയുജോ വിഹര ഉദീക്ഷയാ യദി പരസ്യ വിമുക്തതത. നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേൽ. വിയത ഇവാപദസ്യ തവ ശൂന്യതുലാം ദധത. അപരിമിതാ ധ്രുവാസ്തനുഭൃതോ യദി സർവഗദാസ്തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവ നേതരധാ. അജനിചയന്മയം തദവിമുച്യ നിയന്ത്രഭവേൽ. സമമനുജാനതാം യദമതം മതദുഷ്ടതയാ. ന ഘടത ഉദ്ഭവ പ്രകൃതി പൂരുഷയോരജയോ ഉഭയയുജാ. ഭവന്ത്യ സുഭൃതോ ജലബുദ്ബുദവൽ. ത്വയി ത ഇമേ തതോ വിവിധനാമഗുണൈ പരമേ സരിത ഇവാർണവേ മധുനിലില്ലുരശേഷരസാം. നൃഷു തവ മായയാ ഭ്രമമീശ്വവഗത്യഭൃശം. ത്വയി സുധിയോ ഭവേ ദധതി ഭാവമനുപ്രഭവം. കഥമനുവർത്തതാം ഭവഭയം തവ യദ്ഭൃഗുടി സൃജതി മുഹുസ്തൃണേമിരഭവച്ചരണേഷു ഭയം. വിജിതഹൃഷീകവായുഭിരദാന്തമനസ്തുരഗം യൈഹയതന്തിയന്തുമതിലോലമുപായഘിത. വ്യസനശതാന്വിതാ സമവഹായ ഗുരോശ്ചരണം. വണിജ ഇവാജസന്ധ്യകൃതകർണധരാജലധൗ. സ്വജനസുതാത്മദാരധനധാമധരാസുരഥൈസ്ത്വയി സതി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ. ഇതി സദജാനതാം മിഥുനതോരതയേ ചരതാം. സുഖയതി കോന്വിഹ സ്വവിഹതേ സ്വനിരസ്തഭഗേ. ഭുവി പുരുപുണ്യതീർത്ഥസദനാന്യുഷയോ വിമദാസ്ത ഉത ഭവത്പദാംബുജഹൃദോഖഭിദംഘ്രിജലാം. ദധതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ. ന പുനരുപാസത്തെ പുരുഷസാരഹരാവസധാൻ. സത ഇദമുദ്ധിതം സദിതി ചേന്നനു തർക്കഹതം. വ്യഭിചരതി ക്വച മൃഷാ ന തഥോഭയയുക്. വ്യവഹൃതയേ വികൽപ്പ ഇഷിതോന്ധപരംബരയാ. ഭ്രമയതി ഭാരതീ ത ഉരുവൃത്തിഭിരുഗ്ധജഡാൻ. നയദിദമഗ്ര ആസ ന ഭവിഷ്യദതോ. നിധനാദനുമിതമന്ദരാ ത്വയി വിഭാതി മൃഷൈകരസേ. അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപ്പബധൈർവിതഥ മനോവിലാസമൃതമിത്യവയന്ത്യബുധാം. സയദജയാ ത്വജാമനുഷയീത ഗുണാംശ്ച ജുഷൻ. ഭജതി സരൂപതാം തദനു മൃത്യുമപേതഭഗ. ത്വമുത ജഹാസി താമഹിരിവ ത്വചമാത്തഭഗോ. മഹസി മഹീയശ്രേഷ്ഠഗുണിതേ പരിമേയഭഗ. യദി ന സമുദ്ധരന്തി യതയോ ഹൃദി കാമജടാ. ദുരധിഗമോ സതാം ഹൃദി ഗതോ സ്മൃതകണ്ഠമണി.
അസ്തൃപയോഗിനാമുഭയതോപ്യസുഖം ഭഗവന്നനപഗദാന്തകാദനധിരൂഢ പദാദ്ഭവത ത്വദവഗമീ ന വേത്തി ഭവദുദ്ധശുഭാശുഭയോർ ഗുണവിഗുണാന്വയാംസ്തർഹി ദേഹഭൃതാം ച ഗിരാ അനുയുഗമന്വഹം സഗുണഗീതപരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗഗതിർമനുജൈ ദ്യുപതയ ഏവ തേ ന യയുരന്തമനന്തതയാ ത്വമപി യദന്തരാണ്ഡനിചയാത്നനുസാവരണാ ഘൈവരജാംസി വാന്തിവയസാ സഹയശ്രുതയസ്ത്വൈഃ ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാം. ശ്രീഭഗവാനുവാച ഇത്യേതൽ ബ്രഹ്മണപുത്ര ആശ്രുത്യാത്മാനുശാസനം സനന്ദനമധാനർച്ചു സിദ്ധാ ജ്ഞാത്വാത്മനോ ഗതിം. ഇത്യശേഷസമാംനായ പുരാണോപനിഷദ്രസ സമുദ്ധൃത പൂർവജാതൈർവ്യോമയാനൈർമഹാത്മഭി ത്വം ചൈതൽ ബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയംശ്ചരഗാം കാമം കാമാനാം ഭർജനം നൃണാം. ശ്രീശുക ഉവാച ഏവം സ ഋഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണ ശ്രുതധരോ രാജന്നാഹ വീരവ്രതോ മുനി. നാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമലകീർത്തയേ യോധത്തെ സർവഭൂതാനാമഭവായോഷതീ കലാം ഇത്യാദ്യമൃഷിമാനമ്യാതച്ഛിഷ്യാംശ്ച മഹാത്മനാ തതോ ഗാദാശ്രമം സാക്ഷാൽ പിതുർദ്വൈപായനസ്യ മേ. സഭാജിതോ ഭഗവതാ കൃതാസനപരിഗ്രഹ തസ്മൈ തദ്വർണയാമാസ നാരായണമുഖാശ്രുതം. ഇത്യേതദ്വർണിതം രാജൻ എന്ന പ്രശ്നകൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേപി മനശ്ചരേൽ. യോസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനേ യോവ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാ. യം സമ്പദ്യ ജഹാത്യജാമനുഷൈ സുപ്ത കുലായാം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ശ്രീഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നാരദനാരായണ സംവാദേ വേദസ്തുതിർനാമ സപ്താശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനേ യോവ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാ. യം സമ്പദ്യ ജഹാത്യജാമനുഷൈ സുപ്തകുലായാം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ വേദസ്വരൂപനായ ഭഗവാന്റെ അത്യത്ഭുതകരമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ഇന്ന് 720 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ
ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 87-ാമത്തെ അധ്യായം ശ്രുതിഗീത അല്ലെങ്കിൽ വേദസ്തുതി എന്നറിയപ്പെടുന്ന ഭാഗം, അതാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. 50 ശ്ലോകങ്ങളോടുകൂടിയ വളരെ ബൃഹത്തായ ഒരു അധ്യായമാണ്. അത് അതിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന വരികളുടെ ആഴവും പരപ്പും കൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ഔന്നത്യം കൊണ്ടും മഹിമ കൊണ്ടും ഒക്കെ വളരെ വിശേഷമായിട്ടുള്ള ഭാഗമാണ്. സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള സംസ്കൃത ഭാഷാ പണ്ഡിതന്മാരും ഭാഗവതോത്തമന്മാരും പോലും ഇതിൻ്റെ മുമ്പിൽ പകച്ചു നിന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളെപ്പോലുള്ള കേവലം ചെറു ചിന്തകളും ചെറിയ മനസ്സുമുള്ള ആളുകൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവും? ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. കേവലം ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടുകൂടി കേട്ടാൽ ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാവില്ല എന്ന് ആചാര്യന്മാർ പറഞ്ഞു തരുന്നു. സ്വാനുഭവത്തിൽ നിന്ന് ഞാനും പറയുന്നു. ഇവിടെ വേദസ്തുതിയുടെ തുടക്കം പരീക്ഷിത്തിൻ്റെ ചോദ്യത്തിൽ നിന്നാണ്. പതിവ് പോലെ പരീക്ഷിത്തിൻ്റെ സംശയങ്ങളാണ് ശ്രീ ബ്രഹ്മർഷിക്ക് തൻ്റെ വാക്കുകളിലൂടെ ഭാഗവതത്തെ, ഭഗവാനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. ഇവിടെയും അത് പരീക്ഷിത്ത് ചോദിക്കുകയാണ്. ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയ കഥം ചരന്തി ശ്രുതയ സാക്ഷാത് സദസതപരേ. ഹേ ബ്രഹ്മൻ, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ശ്രീ ബ്രഹ്മർഷേ, അനിർദ്ദേശ്യേ നിർദ്ദേശിക്കാൻ കഴിയാത്ത, നിർഗുണേ സത്വാദി ഗുണസംബന്ധമില്ലാത്ത, സതസതപരേ കാര്യകാരണങ്ങളിൽ നിന്ന് പരമായിരിക്കുന്ന, സത്തിൽ നിന്നും അസത്തിൽ നിന്നും പരമായിരിക്കുന്ന ബ്രഹ്മണി, ആ ബ്രഹ്മത്തിൽ ഗുണവൃത്തയ ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്ന ശ്രുതയ ശ്രുതികൾ സാക്ഷാത് കഥം ചരന്തി എങ്ങനെയാണ് വ്യാപരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭക്തന്മാരിൽ ഭക്തിയുള്ള ഭഗവാൻ, ഭഗവാൻ ഭക്തഭക്തിമാൻ എന്ന് പറഞ്ഞു. അതിൽ വേദപ്രവൃത്തി മാർഗത്തെ ഉപദേശിച്ച് ബഹുലാശ്വ മഹാരാജാവിനെയും അതേപോലെ ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനെയും അനുഗ്രഹിച്ച് അവരുടെ കൂടെ കുറച്ചു കാലം താമസിച്ച് പിന്നീട് ദ്വാരകയിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ഇവിടെ വേദത്തെ അറിയുന്ന ബ്രാഹ്മണരുടെ മഹിമ ഭഗവാൻ പറയുകയുണ്ടായി. ഇവിടെയും അതെ, വേദങ്ങൾ എങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ യോഗനിദ്രയിൽ കിടക്കുന്നു. ഈ സമയത്ത് വേദാഭിമാനികളായിട്ടുള്ള ദേവതകൾ ഭഗവാനെ സ്തുതിച്ചതിനെക്കുറിച്ചാണ് ഈ 87-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വേദസ്തുതി അല്ലെങ്കിൽ ശ്രുതി ഗീത എന്ന് പറയണത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഭഗവാന്റെ വാക്കുകൾ കേട്ടു. സർവവേദമയോ വിപ്ര സർവദേവമയോ ഹ്യഹം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പ്രമാണം വേദമാണ്, അതിൻ്റെ പ്രമേയം എന്നെ ബോധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വേദങ്ങൾ അറിഞ്ഞ ബ്രാഹ്മണൻ എന്നേക്കാൾ പൂജ്യനാണ് എന്നും വേദങ്ങൾ ലോകങ്ങൾക്ക് പ്രമേയഭൂതനായ തന്നെപ്പറ്റി അറിയിക്കുന്ന സമ്പ്രദായത്തെ അവിടെ പറഞ്ഞു. അപ്പം തൻ്റെ ഭക്തന്മാർക്ക് ബഹുലാശ്വനും അതേപോലെ തന്നെ ശ്രുതദേവനും ഉപദേശിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി എന്ന് കേട്ടപ്പോഴാണ് പരീക്ഷിത്ത് ഹേ ബ്രഹ്മൻ എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്. എല്ലാം അറിയുന്ന ആൾ, നിങ്ങൾക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഗുണവൃത്തികളായ ശ്രുതികൾ, വേദങ്ങൾ അനിർദ്ദേശ്യമായ നിർഗുണമായ കാര്യകാരണങ്ങളുമായി ബന്ധമില്ലാത്ത ബ്രഹ്മത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം? ഇതാണ് സംശയം. വേദം തന്നെയാണ് ഭഗവാൻ.
ഇപ്പം ഇവിടെ കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ സന്മാർഗം വേദപ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് സത് എന്നുള്ള പദം വേദത്തെ പറയുന്നത് കൊണ്ട് വേദം സത്വപ്രമാണമാണ് എന്ന് അവിടെ സൂചിപ്പിച്ചു. അപ്പോൾ വേദം അപൗരുഷേയമാണ് എന്ന് വെച്ചാൽ പുരുഷനിർമ്മിതമല്ല, അപ്രാമണ്യ കാരണരഹിതങ്ങൾ എന്ന് കാണിക്കുന്നു. അപ്പോൾ വേദം ബ്രഹ്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് സംശയമായി. സർവേ വേദ യത് പദമാമനന്തി, എല്ലാ വേദങ്ങളും ഏതൊരു ബ്രഹ്മത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു. വേദൈശ്ച സർവൈരഹമേവ വേദ്യ, എല്ലാ വേദങ്ങളെ കൊണ്ടും അറിയപ്പെടാൻ യോഗ്യമായ വസ്തു ഞാൻ തന്നെയാണ് എന്നുള്ള ഭഗവാന്റെ വാണികളാൽ ബ്രഹ്മത്തെ വേദം ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്നാണ്. വാക്കുകൾ, വേദങ്ങൾ മനസ്സോടുകൂടി ഏതൊന്നിനെ പ്രാപിക്കാതെ മടങ്ങുന്നു. അപ്പോൾ വേദത്തിനും മനസ്സിനും ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കില്ല എന്നും വേദത്തിൽ തന്നെ അത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പരീക്ഷത്തിന് സംശയമായി. അങ്ങനെയെങ്കിൽ ഈ ഭാഗം പഠിക്കണമെങ്കിൽ ആചാര്യന്മാർ പറയുന്നു, പ്രത്യേകിച്ച് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ആ വളരെ വിശേഷമായിട്ടുള്ള വ്യാഖ്യാനത്തിൽ നമുക്കിതിനെക്കുറിച്ച് വളരെ വിശദമായ ആ വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഭാവാർത്ഥ കൗമുദി എന്നറിയപ്പെടുന്ന ഇതിൽ വളരെ വ്യക്തമായിട്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, ഇവിടെ വാക്കുകൾ വസ്തുവിനെ ബോധിപ്പിക്കുന്ന രീതിഭേദങ്ങൾ അറിയണമെങ്കിൽ എന്ത് വേണം? ശബ്ദം അർത്ഥത്തെ കാണിച്ചു തരണം. ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കാൻ സാധിക്കണം. ഇങ്ങനെ അത് ഈ ശബ്ദം അർത്ഥത്തെ 3 തരത്തിൽ ധരിപ്പിക്കുന്നു. അത് അതിനാണ് വൃത്തി എന്ന് പറയും. ശബ്ദത്തിന് 3 വൃത്തിയുണ്ട്. എത്ര? മുഖ്യ, ലക്ഷണ, ഗൗണി. അപ്പം അതിനെ വേണമെങ്കിൽ മുഖ്യാവൃത്തി, ലക്ഷണാവൃത്തി, ഗൗണീവൃത്തി ഇങ്ങനെ പറയാം. ഈ മുഖ്യവൃത്തി തന്നെ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നിന് അവിടെ രൂഢി എന്നും മറ്റതിന് യോഗം എന്നും പറയും. ഇപ്പം നമുക്കൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് ഇന്ന അർത്ഥം ധരിക്കണം എന്നുള്ള ഈശ്വര ഇച്ഛ കൊണ്ട് ശബ്ദവും അർത്ഥവും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരേ ശബ്ദം തന്നെ അത് വേണ്ട പോലെ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ പാകത്തിന് പ്രയോഗിക്കുമ്പോഴേ അത് കാര്യമുള്ളൂ. അപ്പോൾ ഒരു പദാർത്ഥത്തെ കാണിക്കുന്നൊരു ശബ്ദത്തിന് നാമം എന്ന് പറയുന്നു. ഒരു നാമം കേട്ടാൽ, നാമം എന്നുള്ളത് ഈശ്വരൻ്റെ നാമം മാത്രമല്ല, നാമം എന്ന് പറഞ്ഞ പേര്. അപ്പോൾ ഇവിടെ ആ സംജ്ഞ, ആ നാമം ഏത് പദാർത്ഥത്തെ സംബന്ധിക്കുന്നതാണോ അതിനെ സംജ്ഞി എന്ന് പറയുന്നു. ഇപ്പോൾ മാമ്പഴം എന്നുള്ളത് സംജ്ഞയാണെങ്കിൽ അത് ആ മാമ്പഴം ഏത് പദാർത്ഥത്തെയാണോ സംബന്ധിക്കുന്നത് ആ പദാർത്ഥത്തെ സംജ്ഞി എന്ന് പറയാം. മാമ്പഴം എന്നുള്ളത് സംജ്ഞയാണ്, ആ മാമ്പഴമാണ് സംജ്ഞി. മാമ്പഴം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ വസ്തുവിൻ്റെ രൂപത്തെ ഓർക്കാൻ സാധിക്കണം. അപ്പം അതുകൊണ്ട് മുഖ്യ, ലക്ഷണ, ഗൗണി ഇങ്ങനെ 3 തരത്തിൽ. അതിൽ രൂഢിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ സ്വരൂപം കൊണ്ടോ ജാതി കൊണ്ടോ ഗുണം കൊണ്ടോ നിർദ്ദേശിക്കപ്പെടാൻ യോഗ്യമായ വസ്തുവിൽ ഇപ്പോൾ ആ സംജ്ഞി എന്ന സങ്കേതം കൊണ്ട് ഒരു ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എന്താണ് എന്ന്. അങ്ങനെയാണ് അല്ലേ? ഒരു വലിയൊരു മൺകട്ട താഴേക്ക് വീഴുകയാണ്, ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം അത് കേൾക്കുമ്പോൾ നമ്മുടെ ആ ചെവി അതിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് കർണശബ്ദത്തിനും ചെവിക്കും തമ്മിൽ ശബ്ദാർത്ഥ സംബന്ധം ഈശ്വരകൽപ്പിതമായിട്ട് ഉണ്ടാവുന്നു. ഈ ഒരു ശബ്ദ വ്യാപാരത്തിനെയാണ് രൂഢി എന്ന് പറയുക. ഏത് കേട്ടാലും നമുക്ക് മനസ്സിലാവും
അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ താമരയെ ഉദാഹരണമായിട്ട് എടുക്കുക. നമ്മൾ താമരയുടെ മറ്റൊരു പേരാണ് പങ്കജം എന്നുള്ളത്. പങ്കജം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവണം? പങ്കത്തിൽ നിന്ന്, ചെളിയിൽ നിന്ന് ജനിച്ചത്, ജലാശയത്തിലുള്ള ചളിയിൽ നിന്നുണ്ടായതാണ് പങ്കജം. ഇപ്പം പങ്കജ ശബ്ദം കേൾക്കുമ്പോൾ ആ വസ്തു എങ്ങനെയുണ്ടായി, അത് താമരയാണ് എന്ന അർത്ഥജ്ഞാനം നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ പദാവയവങ്ങൾക്കും അർത്ഥത്തിനും തമ്മിലുള്ള സംബന്ധത്തെ ആണ് യോഗം എന്ന് പറയുന്നത്. അങ്ങനെ മുഖ്യവൃത്തിയുടെ ഭാഗമായി രൂഢിയും യോഗവും പദാർത്ഥങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പിന്നെ ലക്ഷണാവൃത്തി ആദ്യത്തെ പറഞ്ഞു നമ്മൾ, മുഖ്യ വൃത്തി, പിന്നെ ലക്ഷണാവൃത്തി. ലക്ഷണാവൃത്തി എങ്ങനെയാ? ഈ ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ജഹദ് അജഹൽ ലക്ഷണ, ഇങ്ങനെ 3 തരത്തിലാണ്. അർത്ഥത്തിനും ശബ്ദത്തിനും ഒരു സംബന്ധമില്ലാതെ ശബ്ദം കൊണ്ട് ലക്ഷിക്കപ്പെടാൻ യോഗ്യമായ സംബന്ധത്തെ കാണിക്കുന്നത് ലക്ഷണാവൃത്തി. ആ വസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. ശോണോധാവതി, ഇവിടെ ഒരു ഉപമ പറയുന്നത് ചുവപ്പ് ഓടുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ചുവപ്പ് നിറമുള്ള ഒരു കുതിര ഓടുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുകയാണ്, കുതിരയെക്കുറിച്ച് പറയാതെ ചുവപ്പ് ഓടുന്നു, അതാ ഒരു ചുവപ്പ് ഓടുന്നു എന്ന് പറഞ്ഞാൽ ചുവപ്പ് ഓടില്ല. അപ്പോൾ ആ ചുവപ്പ് എന്ന ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ അവിടെ കുതിരയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഞ്ചാ ക്രോശന്തി, കട്ടിൽ കരയണു. കട്ടിൽ എങ്ങനെ കരയുക? കട്ടിലല്ല, കട്ടിലിലെ കുട്ടി കരയണു. ഇങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ അർത്ഥം വിടാതെ പദങ്ങൾ കൂട്ടിച്ചേർത്ത് അർത്ഥം മനസ്സിലാക്കേണ്ടി വരുന്നു. അതാണ് അജഹൽ ലക്ഷണ എന്ന്. പിന്നെ മറ്റൊന്ന്, ഗംഗായാം ഘോഷ പ്രതിവസതി, ഗംഗയിൽ ഇടയന്മാരിയ്ക്കണു. അത് സംഭവിക്കില്ല. അപ്പം നമ്മളെന്ത് മനസ്സിലാക്കണം? ഗംഗയുടെ കരയിൽ അവരിയ്ക്കണു എന്നാണ്. അപ്പം ഗംഗാജലത്തിനെ കുറിച്ചുള്ള ദർശനം, അതിൻ്റെ തണുപ്പ്, ഇതൊക്കെ കാണിക്കുകയാണ്. അതുകൊണ്ട് ഗംഗാശബ്ദത്തെ ഉപേക്ഷിച്ച് ഗംഗയോട് തൊട്ടിരിക്കുന്ന തീരം എന്ന അർത്ഥത്തെ ധരിപ്പിക്കണം. ശബ്ദാർത്ഥത്തെ മുഴുവൻ വിട്ട് സമീപത്തുള്ള ഒരർത്ഥത്തെ കാണിക്കണു എന്നാണ്. അതാണ് ജഹൽ ലക്ഷണാവൃത്തി. അടുത്തത് സ്വയം ദേവദത്ത, ഇവൻ ആ ദേവദത്തനാണ്. ഇതാണ് ജഹദജഹൽ ലക്ഷണയ്ക്ക് ഉദാഹരണം. ഒരു സ്ഥലത്ത് വെച്ച് ഒരു കാലത്ത് ദേവദത്തൻ എന്നൊരാളെ കണ്ടു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അയാളെ വീണ്ടും കാണുകയാണ്. അപ്പോൾ മുമ്പ് കണ്ട ദേവദത്തനല്ല, അയാളുടെ സ്വരൂപത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അയാളെ കണ്ട സ്ഥലമല്ല, കാലമല്ല. അങ്ങനെ ആ ദേശത്തിൽ വെച്ച് കാണപ്പെട്ട ആ ആള് ഇപ്പോൾ ഇവിടെ വന്നേക്കണു. ആ ആളാണ് ഈ ദേവദത്തൻ എന്ന് പറയുന്നു. അങ്ങനെ ആ കാലവും ദേശവും, ഈ കാലവും ഈ ദേശവും ഇതിനെ ഉപേക്ഷിച്ചാൽ ദേവദത്തൻ ഇയാളാണ് എന്ന് വരും. ഇപ്പം ദേശകാലാദികളെ ഉപേക്ഷിച്ച് ദേവദത്ത ശരീരത്തെ ഉപേക്ഷിക്കാതിരുന്നത് കൊണ്ട് ഇവിടെ ആ ജഹദജഹ ലക്ഷണ എന്ന ഭാവത്തിലേക്ക് വരും. സിംഹോ ദേവദത്ത, മറ്റൊരു ഇത് പറയുകയാണ്, ദേവദത്തൻ സിംഹമാകുന്നു എന്ന് പറഞ്ഞാൽ സിംഹത്തെ പോലെ ഉള്ള സ്വരൂപമുള്ള ആളാണോ? അതല്ല. നമ്മൾ പറയാറുണ്ട് അയാൾ വലിയ പുലിയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അയാൾ പുലിയാണെന്നല്ല, മറിച്ച് പുലിയുടെ വീരപരാക്രമങ്ങൾ അയാൾക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദേവദത്തൻ എന്ന മനുഷ്യൻ സിംഹം എന്ന മൃഗമാണ് എന്ന് ധരിക്കുകയല്ല വേണ്ടത്, മറിച്ച് സിംഹത്തിനുള്ള പല ഗുണങ്ങളും ദേവദത്തനുണ്ട് എന്ന് കാണിക്കേണ്ടി വരും. ഇങ്ങനെ ശബ്ദവൃത്തികൾ സാധാരണ ജാതിക്രിയാഗുണാസംബന്ധമുള്ള പദാർത്ഥങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കുന്നതല്ലാതെ ഇത് ഇന്ന തരത്തിലിരിക്കണു എന്ന് നിശ്ചയിച്ച് പറയാൻ കഴിയാത്ത ആ ബ്രഹ്മത്തെ എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്? അതാണ് സംശയം. ശബ്ദത്തിൻ്റെ മുഖ്യവൃത്തി ബ്രഹ്മത്തിലേക്ക് കടക്കില്ല. ജാതിക്രിയാഗുണങ്ങൾ സത്വാദികളായിട്ടുള്ള പ്രകൃതികളുടെ ഗുണങ്ങളാണ്. ശബ്ദങ്ങൾ
ഗുണങ്ങളുള്ള പദാർത്ഥങ്ങളെ മാത്രമല്ലാതെ ഗുണാതീതമായ ബ്രഹ്മത്തെ എങ്ങനെ കാണിക്കും എന്നാണ്. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. വേദങ്ങൾ സത്വരജസ്തമോ ഗുണസംബന്ധികളാണ്. നീയ ത്രിഗുണങ്ങൾക്കും അപ്പുറത്തുമുള്ള പരമാത്മാവാണ് ഗീതയിലെ ഭഗവാൻ പറയുന്നു. ഇപ്പോൾ ഗുണങ്ങളോട് ചേർന്നിരിക്കുന്ന വേദങ്ങൾ എങ്ങനെയാണ് ഗുണാതീതമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് എന്ന് സംശയം. ശബ്ദത്തിൻ്റെ ഗൗണീവൃത്തിയും ബ്രഹ്മത്തിൽ പ്രവർത്തിക്കില്ല. കാലം, ദേശം, അവസ്ഥ, പദാർത്ഥം, അങ്ങനെ ഒന്നിനോട് സംബന്ധിച്ച വസ്തുക്കളെക്കുറിച്ച് മാത്രമേ ശബ്ദത്തിൻ്റെ ലക്ഷണാവൃത്തിക്ക് പ്രവൃത്തിയുള്ളൂ. ബ്രഹ്മം കാര്യകാരണ സംബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് ലക്ഷണാവൃത്തിയും ഇവിടെ പ്രവർത്തിക്കില്ല. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ബ്രഹ്മം ഒരു പദാർത്ഥമല്ല. വാക്യം ഒരു പദാർത്ഥത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് പ്രമാണമായിരിക്കുന്ന വേദം പ്രമേയമായിരിക്കുന്ന ഭഗവാനെ ബോധിപ്പിക്കുന്നുവെന്നും വേദങ്ങൾ പ്രമേയത്തെ ധരിക്കുന്ന സമ്പ്രദായത്തെ ഭഗവാൻ ഉപദേശിച്ചുവെന്നും അരുളി ചെയ്തു. ഇപ്പം തനിക്കുള്ള സംശയം ഇതാണ്, അതുകൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് പരീക്ഷിത്ത് ആ ചോദ്യം ഒരൊറ്റ ശ്ലോകം മാത്രമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. നാളെ ശ്രീ ശിവബ്രഹ്മർഷിയുടെ മറുപടിയോട് കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം. വളരെ വിശേഷമായിട്ടുള്ള, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കുറേ പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറുതരി നമ്മുടെ ജീവിതത്തിൽ അത് തെളിയട്ടെ, ഭക്തിദീപമായി ജ്ഞാനദീപമായി തെളിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം,
പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദക സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.